എന്താണ് ആൽഫയും ബീറ്റയും സിഗ്മയും? ഈ ന്യൂജൻ കാലത്ത് നമ്മൾ പലപ്പോഴും ഇൻ്റർനെറ്റിലൂടെയും ഒക്കെ കേൾക്കുന്ന വാക്കാണിത്. ശരിക്കും ഇത് 1947 ആൽഫ എന്നുള്ളൊരു വാക്ക് ജന്തുലോകത്ത് ഒരു ജൈവശാസ്ത്രജ്ഞനാണ് കൊണ്ടുവന്നത്. ഈ സ്വിസ് ശാസ്ത്രജ്ഞൻ ആൽഫ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ചെന്നായകൾക്കിടയിലുള്ള നിരീക്ഷണത്തിലാണ്. ചെന്നായകളിൽ ഒരു ഗ്രൂപ്പിൻ്റെ അധിപനായിട്ട് ഒരു ചെന്നായ കാണും. അതിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ അനുയായികളായിട്ട് ഒരുപാട് പേർ കാണും, ഒരുപാട് നായകൾ. ആ ചെന്നായകളെ ബീറ്റ എന്ന് പറയും. അവർ അനുയായികളാണ്. പിന്നീടുള്ളത് സിഗ്മ. ഈ കൂട്ടത്തിലൊന്നും കൂടാതെ ഒറ്റപ്പെട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക വർഗം. മനുഷ്യരുടെ സൈക്കോളജിയുമായിട്ടോ മനുഷ്യശാസ്ത്രവുമായിട്ടോ ഇതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇന്ന് പലരും മനുഷ്യർക്കിടയിലുള്ള സ്വഭാവത്തിൻ്റെ വൈവിധ്യങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചെന്നായകളും മനുഷ്യരും വലിയ വ്യത്യാസമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. മനുഷ്യർ പണ്ട് പ്രകൃതിയിലാണ് ജീവിച്ചത്. അപ്പോൾ കാട്ടുവാസികളായ മനുഷ്യർക്ക് ചെന്നായകളുടെ പല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യർ ഒരു സാമൂഹിക ജീവിയാണ് എന്നൊക്കെ തരത്തിൽ ഇതേ വിഭജനം മനുഷ്യരിലും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആൽഫയും ബീറ്റയും സിഗ്മയുമെല്ലാം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടും പലരും അവതരിപ്പിക്കുന്നത്. ശരീര വളർച്ചയ്ക്കും ശക്തിക്കും മാത്രമാണ് ഇക്കാര്യത്തിലുള്ള സ്വാധീനം. മനുഷ്യന് ഏറ്റവും വലിയ വളർച്ച ഉണ്ടായിട്ടുള്ളത് മാനസിക വളർച്ചയാണ്, തിരിച്ചറിവിനുള്ള വളർച്ചയാണ്, പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള വളർച്ചയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ തലം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് ഇവയെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം കാട്ടിലെ ആധിപത്യവും ഗ്രൂപ്പിൻ്റെ ആധിപത്യവും മാത്രമാണ് ആൽഫയും ബീറ്റയും സിഗ്മയും ചെന്നായകളുടെ വർഗീകരണത്തിനും ജന്തുലോകത്തിൻ്റെ വർഗീകരണത്തിനും കാരണമായിട്ടുള്ളത്.